2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറേയേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. ഇപ്പോൾ 2021 മത്സരിച്ച വിജയിച്ച LDFന്റെ MLA മാരിൽ ഒരു 30 പേരെങ്കിലും തോറ്റാൽ മാത്രമാണ് UDFന് അധികാരത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ മന്ത്രിമാരുടെ ഫാക്ടർ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട പല ഡിപ്പാർട്ട്മെന്റിലുള്ള മന്ത്രിമാരുണ്ട്. അവരിൽ ആരൊക്കെ ആയിരിക്കും തോൽക്കുക, ആരൊക്കെ ആയിരിക്കും വിജയിക്കുക, എന്തായിരിക്കും ജനം വിധി എഴുതിയിട്ടുണ്ടാവുക എന്നീ ചർച്ചകളൊക്കെ വളരെ സജീവമായി തന്നെ പോവുകയാണ്. ആഷിഖിന് എന്ത് തോന്നുന്നു? ഏതൊക്കെ മന്ത്രിമാരായിരിക്കും തോൽക്കാൻ പോകുന്നത്? ഇപ്പൊ ഇതുവരെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വീണ ജോർജ്, അതുപോലെ MP രാജേഷ്, വീണ ജോർജ് ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിക്കുമെന്ന് ഉറച്ച് ഇറങ്ങിയിരിക്കുകയാണ് അബിൻ വർക്കി. അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളും വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ പേര് MP രാജേഷ്, തൃത്താലയിൽ VG ബൽറാമിനെതിരെ മത്സരിക്കുന്ന മന്ത്രിയായ MP രാജേഷ്. ആ ലിസ്റ്റിലേക്ക് പുതിയ ഒരാളുടെ പേര് കൂടി വന്നിട്ടുണ്ട്. വയനാട്ടിലെ ഏക CPM മന്ത്രിയായ OR കുളു മാത്രമല്ല റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ നിന്നും. ഇവരെല്ലാം തോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം കോൺഗ്രസിന്റെ കണക്കുകൂട്ടലാണ്, ഈ പറഞ്ഞ 4 പേരും വിജയിക്കില്ല എന്നുള്ളത്. ഇതിൽ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ശബരിനാഥന്റെ കാര്യം സംസാരിച്ചു. അപ്പൊ ശബരിനാഥന്റെ ആ ന്യൂസ് കാണുന്നതിന്റെ റിപ്പോർട്ടറിന്റെ ന്യൂസാണ് നമ്മൾ കണ്ടത്. അതിന്റെ കമന്റ് ബോക്സിൽ കാണുമ്പോൾ ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ്, അപ്പോ VD സതീശൻ ഇതെല്ലാം കൂട്ടിയിട്ടാണല്ലേ ഈ 100 പറഞ്ഞേക്കുന്നത്, പാവം ഇനി വനവാസത്തിനൊക്കെ പോകേണ്ടി വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ആലോചിക്കേണ്ടത്, കോൺഗ്രസിന്റെ ലിസ്റ്റിൽ തോക്കാൻ പോകുന്ന മന്ത്രിമാരുടെ കണക്കെന്ന് പറയുന്നത് വീണ ജോർജ്, OR കേളു, റോഷി അഗസ്റ്റിൻ, MP രാജേഷ്, ഇത്ര മാത്രമാണ് കോൺഗ്രസിന്റെ കണക്ക് പറയുന്നത്. പക്ഷെ CPMന്റെ കണക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കളമശ്ശേരിയിൽ P രാജീവ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ LDFന് വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയുള്ള P രാജീവ് തോക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിയായ അബ്ദുറഹ്മാൻ തോക്കുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കണക്കൂട്ടിയിട്ടായിരിക്കില്ല VD സതീശൻ 100 കൂട്ടിയിട്ടുള്ളത് എന്ന് ഇതിനോട് തന്നെ മനസ്സിലാകാല്ലേ. അത് മാത്രമല്ല നമ്മുടെ വനം മന്ത്രി AK ശശീന്ദ്രൻ, അദ്ദേഹത്തിന്റെ കാര്യം പരിങ്ങലാണ്. കാരണം 82 വയസ്സിന് മേളിലായി. എന്താ ആ സമയത്ത് പ്രചരണ സമയത്ത് നമുക്ക് കാണുന്നത് വാഹനത്തിന്റെ കമ്പിയിൽ ആരോ കെട്ടിയിട്ട അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നത്. അതൊരു വളരെ ഇമ്മച്വർ ആയ തീരുമാനമായിരുന്നു പാർട്ടി. ഇതും CPM പ്രവർത്തകർ നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ അറിയുന്ന കാര്യമാണ്. AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം CPMന് സംഭവിച്ച ഒരു LDFന് സംഭവിച്ച ഒരു വലിയ പാളിച്ചയായിപ്പോയി. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒന്നാലോചിച്ച് നോക്കുക, ഏത് മണ്ഡലത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ള 82 വയസ്സുള്ള ഒരാളെ MLA ആക്കണമെന്ന് ഏത് മണ്ഡലത്തിലെ ജനങ്ങളാണ് ഒരു കാരണവശാലും? അതായത് തുടർച്ചയായിട്ട് അദ്ദേഹം ഇലത്തൂരിനെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നാട്ടുകാർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരു വൃദ്ധനായ ഒരു മന്ത്രിയെ മാറ്റി യുവാവായ ചുറൂർക്കുള്ള ഒരു നേതാവിന്റെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രന്റെ കാര്യവും നമുക്ക് ഈ തോൽക്കുന്ന മന്ത്രിമാരുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും, പേരെഴുതി ചേർക്കേണ്ടി വരും. അതെ, മാത്രമല്ല നമ്മുടെ ഈ OR കേളുവിന്റെ കാര്യം ചെറുതായിട്ട് ഞാൻ ഒന്ന് പറയാം. അതായത് 2025 ലോക്സഭാ ഇലക്ഷനിൽ K രാധാകൃഷ്ണൻ ജയിച്ചു. ആ ഒരു ഇതിലേക്കാണ്, ആ ഒരു സ്ഥാനത്തേക്കാണ് OR കേളുവിന് പാർട്ടി കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അതായത് 1 വർഷത്തിന് ശേഷം നമ്മുടെ പഞ്ചാരക്കൊല്ലിയിൽ ഒരു പ്രശ്നമുണ്ടായി. ഒരു ആദിവാസി യുവതിയായി ഒരു യുവതിയെ കടുവ കൊലപ്പെടുത്തി. അവരുടെ തല കടുവ കടിച്ചെടുത്ത് കൊണ്ടുപോയി. വലിയ ബഹളമുള്ള ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വയനാട് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാനും സന്ദർശനത്തിനുമായിട്ട് അദ്ദേഹം അവിടെ എത്തി. നാട്ടുകാരുടെ രോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. ഇതുപോലുള്ള ജില്ലയ്ക്ക് യാതൊരുവിധ ഉപകാരമില്ലാത്ത മന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപമായിരുന്നു ജനങ്ങൾക്ക്. ഒരു കാര്യം ഓർക്കണം, ഒരു വർഷം മന്ത്രി ആയതിനു ശേഷം 1 വർഷമായിട്ട് കഴിഞ്ഞിട്ടുള്ള, അതായത് വയനാട് മേഖലയൊക്കെ അറിയാലോ, വനബാധ. അതെ, വയനാട് മാത്രമല്ല ഇടുക്കി പല മേഖലകളിലും വന്യമൃഗ ഇതുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും സർക്കാർ കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും നടത്തിയിട്ടില്ല. അത് മാത്രമല്ല ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യത്തിലും ഒരു അവർക്ക് നഷ്ടപരിഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ അതാത് ജില്ലകളിൽ അതാത് മന്ത്രിമാര് ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള വികാരം, അതായത് വിരോധം ഈ ഒരു ഇലക്ഷനിൽ അലയടിക്കും. അതുകൊണ്ട് തന്നെയാണ് തോൽക്കുന്ന മന്ത്രിമാരുടെ ലിസ്റ്റ്
നാളുകൾ കൂടുന്തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ മന്ത്രിമാരുടെ കാര്യം മാത്രമല്ല, പല ജില്ലകൾ തിരിച്ചും ഈ പറഞ്ഞ ഒരു വലിയ തരംഗം മാറി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയെ പറ്റി സംസാരിക്കുകയുണ്ടായി. ആലപ്പുഴയിൽ എന്താണ് സംഭവിക്കുന്നത്? ജി സുധാകരൻ തോക്കുമെന്ന് പാർട്ടിക്കാർ തന്നെ പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് തിരിഞ്ഞ് ജി സുധാകരൻ കാരണം ആലപ്പുഴ ആകെ ഒരു UDF തരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് CPM-ന്റെ വിലയിരുത്തൽ റിപ്പോർട്ട് പുറത്തുവരികയാണ്. അപ്പോൾ ഒരു ജില്ലയെ തന്നെ സ്വാധീനിക്കാൻ ഒരു ഫാക്ടർ കാരണമായിരിക്കുന്നു. ഇതിന് മുൻപ് പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല. CPM എന്ന വിലയിരുത്തൽ പാർട്ടി, ഖണ്ഡകാവ്യം എഴുതുന്ന നേതാക്കന്മാരുള്ള പാർട്ടി എന്തുകൊണ്ട് ഇതെല്ലാം കണ്ണടച്ചു പോയി എന്നുള്ളതാണ്. ആലപ്പുഴ മാത്രമല്ല, പാലക്കാട് മണ്ഡലത്തിലും ഈ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു തരംഗം കാണാൻ സാധിക്കുന്നുണ്ട്. പാലക്കാട് മത്സരിക്കുന്നത് പോലും ശോഭാ സുരേന്ദ്രനും പിഷാരടിയും അതുപോലെ NMR റസാഖും തമ്മിലുള്ള ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോകും എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ അവിടെയും പിഷാരടി സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ പറയുന്ന പോലെ ചില മണ്ഡലങ്ങൾ UDF-ന് കൈവിട്ട് പോയാൽ പോലും ബാക്കി മണ്ഡലങ്ങൾ പിടിച്ച്, ഇപ്പോൾ പാലക്കാടിന്റെ ആണെങ്കിലും ആലപ്പുഴയുടെ ആണെങ്കിലും ഒരു ആകെ മൊത്തം ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു UDF തരംഗം കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ സിറ്റിംഗ് MLA-മാരുടെ, സിറ്റിംഗ് മന്ത്രിമാരുടെ ഒക്കെ പിടിപ്പുകേട് തന്നെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 1-2 മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി കൃത്യമായി മന്ത്രിമാർക്കും MLA-മാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മണ്ഡലങ്ങളിൽ പോയി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതിനെ പറ്റി കൃത്യമായി ആൾക്കാരെ ബോധവാന്മാരാക്കുക. അങ്ങനെ ഉത്തരവാദിത്വം കൊടുത്ത എല്ലാവരെയും പല വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി 10 വർഷം മുൻപ് എന്തില്ലായിരുന്നു, എന്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതിനെ പറ്റിയുള്ളൊരു പഠനം നടത്തണം, നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷെ അവിടെയാണ് പിഴച്ചു പോയത്. 2 മാസം മുൻപ് ഒരു ചെറിയ ഹോംവർക്ക് കൊടുത്താൽ പിടിക്കാവുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയത് 47 സീറ്റുകളാണോ? 47 സീറ്റുകളാണ്. അതെ. അതിൽ നിന്ന് 72-ലേക്കോ അല്ലെങ്കിൽ 75-ലേക്കോ ഉള്ള ദൂരം എന്ന് പറയുന്നത് വലുതാണ്. ആ ദൂരത്തിലേക്ക് UDF-ന് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു പകുതി ക്രെഡിറ്റ് എങ്കിലും കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ ഭരണത്തിന് തന്നെയാണ്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ചെറുതായൊന്നുമല്ല കേരളത്തിൽ വീശിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് തോൽക്കുന്ന മന്ത്രിമാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ ഒരു ഭരണവിരുദ്ധത ആ സർക്കാരിന് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിന്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഡെപ്ത് കൂടുകയാണ്. അതെ, മന്ത്രിമാരും അതുപോലെ തന്നെ സിറ്റിംഗ് MLA-മാരും ഈ പറഞ്ഞ LDF-ന്റെ MLA-മാര് തോക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ CPM BJP ഡീൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ LDF ആരോപിക്കുന്നത് പോലെ കോൺഗ്രസ് BJP ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും ഒരു വലിയ മാറ്റമുണ്ടാകും. ഇപ്പോൾ മന്ത്രിമാർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ തൃത്താലയുടെ കാര്യം പറഞ്ഞല്ലോ, MP രാജേഷിന്റെ കാര്യം. തൃത്താലയിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡ് കാണുകയാണ്. 1182 കോടിയുടെ വികസനം തൃത്താലയിൽ എത്തിയിട്ടുണ്ട് എന്ന്. പക്ഷെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇവിടെ വികസനം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എടുത്തു പറയാനായി ഒന്നുമില്ല. കുറച്ച് സ്കൂളുകളുടെ പേരുകൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, കൃത്യമായൊരു കണക്ക് ആർക്കുമില്ല. അപ്പോൾ ഞാൻ രോഹിതനോട് പറയായിരുന്നു, തൃത്താലയിൽ 1182 കോടിയുടെ വികസനം വന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ചോദിക്കണം, 1000 കോടിയുടെ വികസനം ഒരു മണ്ഡലത്തിൽ വരണമെങ്കിൽ അത് വിസിബിൾ ആയിരിക്കും. 1000 കോടി രൂപയുടെ വികസനം, 1000 കോടി എന്ന് പറയുമ്പോൾ ചെറിയ തുകയല്ല. ഒരു കേരളത്തിന് മൊത്തത്തിലൊരു ചേഞ്ച് വരുത്താം 1000 കോടിക്ക്. അതെ, അപ്പൊ അത്രയും ചേഞ്ച് വരുത്താൻ പറ്റുന്ന വികസനം അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത്? ഞാനിപ്പോൾ തൃത്താല എന്ന് സൂചിപ്പിച്ചത് ആരെയും ആക്രമിക്കാനല്ല, ഏത് മണ്ഡലത്തിന്റെ കാര്യമായാൽ പോലും ഇത്തരത്തിൽ ഒരു ഒന്നിപ്പുറത്തിട്ടാൽ അതിന്റെ കൗണ്ട് അങ്ങ് മാറിപ്പോയി. അപ്പോൾ അത്തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള വികസനം എടുത്തു കാട്ടി. ഇപ്പോഴത്തെ LDF-ന്റെ പ്രചാരണം അങ്ങനെയായിരുന്നല്ലോ, വികസനമായിരുന്നു, മറ്റൊരു വിഷയവും അവർക്ക് എടുത്തു കാട്ടാനില്ല, വികസനം ചൂണ്ടിക്കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. പക്ഷെ അതിൽ എത്രത്തോളം ഫാക്ച്വൽ ആയിരുന്നു, അത് എത്രത്തോളം സത്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ഈ പറഞ്ഞ പോലെ മന്ത്രിമാർ വീണിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യാത്ത കാര്യങ്ങളുടെ പുറത്താണ്. ഇപ്പോൾ വീണ ജോർജൊക്കെ തോക്കുമെന്ന് കേരളത്തിൽ ഒരു 75% പേരും പറയുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ വകുപ്പിനെ അത്തരം കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞല്ലോ, 1000 കോടി അല്ലെങ്കിൽ 1100 കോടിയുടെ വികസനം, അത് വെറും വാക്കുകളിലോ പേപ്പറുകളിലോ ഒതുക്കേണ്ടതല്ല. അതാത് മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കണം. എങ്കിലേ ജനത്തിന് മനസ്സിലാവൂ അടുത്ത
ഒരു 5 വർഷവും ഈ ഒരു വ്യക്തി തന്നെ നമുക്ക് വേണ്ടി സംസാരിക്കണമെന്നുള്ളത്. അല്ലാതെ ഫ്ലെക്സ് അടിച്ചും പേപ്പറിൽ പറഞ്ഞും അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുന്നതും ആ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് കൂട്ടാൻ കഴിയില്ലല്ലോ.